ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു തലവേദന പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പം ഇങ്ങനെ ഇടയ്ക്ക് തലവേദന വരാറുള്ളത് പതിവാട്ടോ. ഉറക്കം കുറഞ്ഞൊരു തലവേദന വരുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാലാട്ടോ തലവേദന വരിക. എന്ന് ഞാൻ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതാണ്. ഉറങ്ങി എണീച്ചപ്പം കുഞ്ഞൊരു തലവേദന ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് വലുതായി. പിന്നെ ഞാൻ അതാ ഒന്ന് അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ കിച്ചണിലൊന്നും ഇല്ല കേട്ടോ, പച്ചക്കറിയായിട്ട്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് നോക്കിയപ്പോൾ പകുതി കേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായി കഴുകിയിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയൊരു മസാലക്കറി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ചപ്പാത്തി ആട്ടോ രാത്രി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് തോല് കളയുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ വെളുത്തുള്ളി നോക്കിയപ്പം വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കറി മാർക്കറ്റിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആഴ്ച നമ്മൾ പച്ചക്കറിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിയും എല്ലാം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ തലവേദനയാണ് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. പിന്നെ അതുമാത്രമല്ല, നമ്മളിവിടെ മധ്യപ്രദേശിൽ അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ ഫുഡൊന്നും മേടിച്ച് കഴിക്കാറില്ല കേട്ടോ. ഒന്നാമത് വൃത്തിക്കുറവൊക്കെ ഉണ്ടാകും. അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ മേടിക്കാനൊന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേ. ഇത് നമ്മൾ തണുപ്പ് കാലത്താട്ടോ ഇങ്ങനെ അധികം ചുക്ക് കാപ്പിയൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അതായിട്ടൊരു ശീലമായേ. പിന്നെ ഞാൻ എന്താ പെട്ടെന്നൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് കടുക് പൊട്ടിക്കാനും വേണ്ടിയിട്ട് കടുകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്കൊന്ന് തോല് കളഞ്ഞ് അതൊന്ന് ഉടച്ചെടുക്കും കൂടെ വേണം കേട്ടോ. എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ ആവുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു തലവേദന വരികയും, പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ എന്താ പറയുക, എൻ്റെ ജീവൻ എടുക്കുന്ന പോലെ ആയിരിക്കും വരിക. ഭയങ്കര തലവേദന ആയിരിക്കും കേട്ടോ. ഞാൻ തലവേദന കൊണ്ട് പൊളഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊന്ന് ആകണേന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡിലായിരുന്നു കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ഉള്ളിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് വേഗം പാത്രമൊക്കെ കഴുകിയെടുക്കുക കേട്ടോ. കാരണം എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ മേലായിരുന്നേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറിക്കുള്ള സൈഡിലേക്ക് വെച്ചിട്ട് അന്ന് തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയെടുത്തേ. കഷ്ടകാലം പിടിച്ചവൻ്റെ തലയിൽ കല്ലുമഴ വീഴുമെന്ന് പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ. പെട്ടെന്ന് എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ബ്ലാക്ക് ടീ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കയ്യിൽ പപ്പായൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതാ പെട്ടെന്ന് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മോന് ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം മരുന്ന് കഴിച്ചു കേട്ടോ. ഇതൊന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് കഴിക്കാനുള്ള മടി കൊണ്ടില്ലേ ഞാൻ ഇത്ര നേരം വേദനയും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ അവസാനം ഗതികെട്ടപ്പോൾ ഞാൻ വേഗം മരുന്നെടുത്ത് കഴിച്ചു.